ശരത്തിനെ കുറിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ശരത്തിൻ്റെ ഭൂതകാലം, ശരത്ത് സിനിമയിൽ എങ്ങനെ വന്നതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അധികം ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കൊന്ന് പ്രേക്ഷകർക്കും അറിയില്ലെന്ന് തോന്നുന്നു. ശരത്ത് എവിടെയാണ് ജനിച്ചത്? ജനിച്ചത് കൊല്ലത്ത്. അല്ല, ജനിച്ച് വളർന്നു എന്നൊക്കെ നമ്മൾ പറയും. വളർന്നിട്ടില്ല. 5 അടി 3.25 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ചെറുപ്പം കൊല്ലത്ത് തന്നെ ആയിരുന്നു പഠനം. സംഭവമൊക്കെ 10ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ അവകാശപ്പെടുന്നത്. നമുക്കങ്ങനെ വിശ്വാസമില്ലെങ്കിലും എനിക്കില്ല. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറുപ്പം മുതൽ തന്നെ സംഗീതമായിരുന്നു എപ്പോഴും. അച്ഛനും അമ്മയൊക്കെ സംഗീതമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അമ്മ അസാധ്യയുടെ പാടുക. അതുപോലെ എൻ്റെ മാമൻ രാജൻലാൽ, അദ്ദേഹവും സംഗീതം പഠിച്ചാൽ ഇവരൊക്കെയാണ് എൻ്റെ അമ്മയും എൻ്റെ മാമനുമാണ് എൻ്റെ ആദ്യത്തെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അമ്മയും മാമനും ഗുരു ആകുമ്പോൾ ഉള്ള എൻ്റെ ഒരു സീരിയസ്നെസ് അത്രയ്ക്കില്ല. ഒരു ബേസിക് മാത്രമാണ് അമ്മയെ പഠിപ്പിച്ചതും മാമൻ പഠിപ്പിച്ചതും. അതിനുശേഷം ആണ് 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു എന്നും പറയാൻ പറ്റത്തില്ല. നിരങ്ങി പാസ്സായെന്നൊക്കെ പറയത്തില്ല. പല സ്ഥലത്തെയും തൊലി പോയിട്ട് ജയിച്ച ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ജയിക്കേണ്ട ആളല്ല സത്യത്തിൽ. ഹിന്ദി ഒട്ടും അറിഞ്ഞൂടാ എനിക്ക്. കണക്ക് ഫാത്തിമ കോളേജിലേക്ക് ചേർന്നതേ എനിക്കറിയാം. ഞാൻ അവിടെ കോളേജിൽ പോയിട്ടുള്ളത് വെറും അവിടുത്തെ പൊറോട്ടയും ചാപ്സും കഴിക്കാനാണ്. അതെൻ്റെ കൂടെ പഠിച്ചവന്മാർക്കും അറിയാം. ക്യാൻറ്റീനിൽ ഇത് കൃത്യം അവിടെ ഉണ്ടായി കഴിയുമ്പോഴേ ഞാൻ കോളേജിൽ പോകാറുള്ളൂ. അത് തീരുമ്പോൾ വരികയും ചെയ്യും വീട്ടിൽ. സംഗീതമായിരുന്നു ഫുൾ ടൈം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 6-6.5 വയസ്സ് പ്രായത്തിൽ എൻ്റെ ഒരു ഷാജിലാൽ എന്ന് പറഞ്ഞൊരു മാമൻ, ഈ ഒരു മാമന് വളരെ കൂടുതൽ അടുപ്പമുണ്ട് ഗുരുജിയായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അടുപ്പം കൊണ്ട് നല്ല ഫാൻ എന്നുള്ള ഒരു അടുപ്പം ഉള്ളതുകൊണ്ട് മാമൻ എന്നെ കൊണ്ടുവരുന്നു. അമ്മച്ചി വീട് അമ്പലം കൊല്ലത്ത്, അവിടുത്തെ കച്ചേരിക്ക് വന്നപ്പോൾ എന്നെ കൊണ്ട് പാർവസാൻ ആദ്യമായിട്ട് ഡോറിൽ നോക്ക് ചെയ്ത് കഥ തുറക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ഒരു തേജസ്സുള്ള ഒരു അത് നേരിട്ട് കാണുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോസാപ്പൂ പോലുള്ള കാലിൽ ഞാനിങ്ങനെ തൊഴുതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു, പാടാൻ പറഞ്ഞു. പേടിയില്ലല്ലോ അന്ന്, കുട്ടിയായതുകൊണ്ട്. അന്ന് ഒരു വിവരമില്ലാത്തതുകൊണ്ട്, ഇന്നുമില്ല എങ്കിലും അന്ന് പേടിയില്ലായിരുന്നു. അപ്പോൾ കൂളായിട്ട് നമ്മൾ പാടി. അദ്ദേഹത്തിൻ്റെ ഒരു വർണ്ണം പാടി കേൾപ്പിച്ചു. വർണ്ണം പാടി കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം തന്നെ അടുത്ത താളം, എനിക്ക് താളം തന്നെ ഇടാൻ ശരിക്കും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ താളമൊക്കെ ഇട്ട് കേട്ടിട്ട് ഇവനെ എനിക്ക് പഠിപ്പിക്കണം, ചെന്നൈക്ക് കൊണ്ടുവരണമെന്ന് എൻ്റെ മാമൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതാണൊരു 100 ഓസ്കാർ അവാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെന്നൈക്ക് പഠിക്കാനായിട്ട് തന്നെയാണ് പോയത്. ഞാൻ ആദ്യം പോയി പഠിക്കുന്നത് ചിദംബരം മാഷിൻ്റെ അടുത്താണ് ഞാൻ പാട്ട് പഠിക്കുന്നത്, ഇവിടുന്ന് ചെന്നൈ പോകുമ്പോൾ. അപ്പോൾ ചിദംബരം മാഷിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എൻ്റെ അരങ്ങേറ്റവും മാഷാണ് നടത്തിയത്, ചിദംബരം മാഷ്. അപ്പോൾ ചിദംബരം മാഷിൻ്റെ അടുത്തുള്ള ഒരു പ്രണാമം ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കാം. ചിദംബരം അതിനുശേഷമാണ് ഞാൻ ബാലമുരളി സാറിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ രണ്ടുപേരുടെ അടുത്തും മാറി പോയിരുന്നു. പിന്നെ ചിദംബരം മാഷ് സ്ഥലമാറ്റമായിട്ട് ചിദംബരം യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. പിന്നെ അതിനുശേഷം എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല മാഷിൻ്റെ അടുത്ത്. പിന്നെ ബാലമുരളി സാറിൻ്റെ അടുത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട്. അതൊരു അനുഭവം തന്നെയാണ്. ഇല്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു തന്നെയാണ്. അപ്പം അങ്ങനെ പഠിപ്പിച്ചതിൻ്റെ ഒരു ഗുണമാണ് കുറച്ചൊക്കെ എനിക്ക് ഇപ്പം എന്നെ സഹായിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. I am very happy to learn that my disciple Sharath has got the state award as a best music director. He is my most favorite disciple. Even now I want to teach him so many rare things in music. He has no time, but I am going to ask him to come and learn, keep some time for me. So he is only a student who always thinks of me, and I am there in his heart. That is his art. So I bless him. I feel proud of my student, but I can't, I should not praise him as a guru. I wish him many more Lawrence like that, and whatever fame, name he gets, it's all mine. I'm very proud of him. Wish him more and more and every success in life.